മാസം പ്രായം ചെന്ന കുട്ടികൾക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടെ തിക്കായിട്ട് അല്ലെങ്കിൽ സോഫ്റ്റ് പ്യൂരി ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്ന ടൈമാണ്. സോ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആഡ് ചെയ്യാം. വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ ക്യാരറ്റ്, പൊട്ടാറ്റോ, ബീട്രൂട്ട്, സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ നല്ലോണം ഉടച്ചിട്ട് മാഷ് ചെയ്ത പരുവത്തിലാണ് കുട്ടിക്ക് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഇത് കഞ്ഞിയുടെ ഒപ്പം കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഫ്രൂട്ട്സ്, നിങ്ങൾക്ക് ആപ്പിൾ ഇതേപോലെ സ്റ്റീം ചെയ്തിട്ട് വേവിച്ചതിന് ശേഷം നല്ലോണം ഉടച്ചിട്ട് കൊടുക്കുക. പിന്നെ ഓറഞ്ചിന്റെ അല്ലി കൊടുക്കാവുന്നതാണ്. ജ്യൂസ് അധികം കൊടുക്കാതെ ഈ ഒരു റോ ആയിട്ടുള്ള ഫ്രൂട്ട്സ് തന്നെ നല്ലോണം ഉടച്ചിട്ട് കുട്ടിക്ക് കൊടുക്കാം. അതേപോലെ നല്ല പഴുത്ത വാഴപ്പഴം നിങ്ങൾക്ക് ഇതേപോലെ നല്ലോണം ഉടച്ചിട്ട് മാഷ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. അതേപോലെ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് നെയ്യ് കൊടുത്തു തുടങ്ങാവുന്നതാണ്. പിന്നെ ധാന്യങ്ങൾ, ചെറുപയർ പരിപ്പ്, കടല, ഉഴുന്ന് പരിപ്പ് ഇതൊക്കെ കഞ്ഞിയിൽ മിക്സ് ആക്കിയിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ഇതൊക്കെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണമാണ്. പിന്നെ നിങ്ങൾ ഇതൊക്കെ കൊടുക്കുമ്പം ഒരാഴ്ച കൊടുത്തിട്ട് പ്രശ്നമൊന്നുമില്ല, ഒരു അലർജിയും കാര്യങ്ങളും ഒന്നും കാണിക്കുന്നില്ലെങ്കിൽ മാത്രം പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് കൊടുത്തു തുടങ്ങാം. സോ ഒരാഴ്ച നിങ്ങൾ കുട്ടിയെ ഒബ്സർവ് ചെയ്യേണ്ട ഒരു ടൈം കൂടെയാണ്. പിന്നെ നിങ്ങൾക്ക് 8 മാസം ആകുമ്പോൾ അമൃതം പൊടിയൊക്കെ കൊടുക്കാവുന്നതാണ്. പിന്നെ വീട്ടിലുണ്ടാക്കുന്ന ഇഡ്ഡലി, നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഒക്കെയാണ് നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്നതെങ്കിൽ അതും നല്ലോണം ഒന്ന് മാഷ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. അതേപോലെ മുട്ടയുടെ മഞ്ഞ, നല്ല പുഴുങ്ങിയ മുട്ടയുടെ മഞ്ഞ ഈ ഒരു ടൈമിൽ കൊടുക്കാവുന്നതാണ്.